നമ്മുടെ സിനിമകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് കോസ്റ്റ്യൂം ഡിസൈനിങ്. ഇത് വളരെ ചെലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ ഉപയോഗിച്ച അതേ സെയിം കോസ്റ്റ്യൂം തന്നെ മറ്റു ചില സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ചെലവ് ചുരുക്കാനോ വേണ്ടിയായിരിക്കാം. എന്നാൽ അത്തരത്തിൽ ഉപയോഗിച്ച പല സിനിമകളും നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിൽ ഒരേ കോസ്റ്റ്യൂം തന്നെ ഉപയോഗിച്ച വിവിധ സിനിമകളെ കുറിച്ചാണ്. റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ 2004 പുറത്തിറങ്ങിയ സിനിമയാണ് ചതിക്കാത്ത ചന്തു. ജയസൂര്യ, നവ്യ നായർ, ഭാവന, വിനീത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ നവ്യ നായരും കൂട്ടുകാരിയും ജയസൂര്യയുടെ കഥാപാത്രം അയച്ച കത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സീൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സുമേ, നീ പല പ്രാവശ്യം ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എനിക്കറിയാം. കേട്ടെടുത്തോളം ഈ ചന്തു ചതിക്കാത്തവനാ. എന്തായാലും ആത്മഹത്യയേക്കാൾ വലുതൊന്നും അല്ലല്ലോ. ഈ സീൻ ശ്രദ്ധിച്ചല്ലോ. ഈ സീനിൽ നവ്യ നായരുടെ കൂട്ടുകാരിയായി അഭിനയിച്ച നടി ധരിച്ചിരിക്കുന്ന സെയിം കോസ്റ്റ്യൂം ഈ സിനിമ റിലീസാവുന്നതിന് 2 വർഷങ്ങൾക്ക് മുൻപ് റിലീസായ, അതായത് 2002 ദിലീപും നവ്യ നായരും തകർത്ത് അഭിനയിച്ച് ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കല്യാണരാമൻ എന്ന സിനിമയിൽ ഒരു രംഗത്ത് നവ്യ നായർ ഉപയോഗിച്ചിട്ടുണ്ട്. ആരുടെ ഉറക്കം കളഞ്ഞില്ല. നാളെ ആശുപത്രി ചെന്ന ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അതെ, സെയിം കോസ്റ്റ്യൂം തന്നെയാണിത്. ഈ 2 സിനിമകളും തമ്മിലും ബന്ധമുണ്ട്. ഈ 2 സിനിമയും നിർമ്മിച്ചിരിക്കുന്നത് ലാലാണ്. പിന്നെ എന്തിന് കാശ് കളയണം? കല്യാണരാമനിൽ ഉപയോഗിച്ച പല കോസ്റ്റ്യൂമും റിപ്പയർ ചെയ്ത് ചതിക്കാത്ത ചന്തുവിലും ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. 1986 MT വാസുദേവൻ നായരുടെ രചനയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നഖക്ഷതങ്ങൾ. മോനിഷയും വിനീതുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിലെ ആദ്യ ഭാഗത്തെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. വളരെ നൊസ്റ്റാൾജിക്കായ ഒരു രംഗം. ഈ രംഗത്ത് മോനിഷ ധരിച്ച കോസ്റ്റ്യൂം ശ്രദ്ധിച്ചില്ലേ? അതേ ഡ്രസ്സ് മറ്റൊരു സിനിമയിൽ ഒരു നടി ധരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ, അതായത് 1987 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ശ്രീനിവാസൻ, നീന കുറുപ്പ് തുടങ്ങിയവർ തകർത്ത് അഭിനയിച്ച ശ്രീധരന്റെ ഒന്നാം തിരിമുറിവ് എന്ന സിനിമയിലാണ്. ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ സഹോദരിയെ അഭിനയിച്ച ലത എന്ന കഥാപാത്രം ധരിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിന്റെ കുഞ്ഞമ്മ വന്നിരിക്കുന്നു. ആ, നീ ചായക്ക് വെള്ളം വെക്ക്. ശാരദ ഇരിക്ക്. ആ, നീ ചായക്ക് വെള്ളം വെക്ക്. ശാരദ ഇരിക്ക്. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം, 2 സിനിമയിലും സെയിം കോസ്റ്റ്യൂം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, അത് തന്നെയല്ലേ ഇത്? 1989 സിദ്ദീഖ് ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ ടൈറ്റിൽ റോളിൽ വിജയരാഘവൻ അവതരിപ്പിച്ച റാംജി റാവുവിന്റെ കോസ്റ്റ്യൂം ഓർമ്മയില്ലേ? മൈ നെയിം ഈസ് റാംജി റാവു. റാംജി റാവു സ്പീക്കിംഗ്. കട്ടി കളഞ്ഞല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. നിങ്ങളുടെ മകൾ നിഷാമോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. എന്നാൽ റാംജി റാവു ധരിച്ചിരിക്കുന്ന ഈ ഷർട്ട് 1989 ഫാസിലിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, നദിയ മൊയ്തു, സുരേഷ് ഗോപി, ബാബു ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ എന്ന സിനിമയിൽ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ഷർട്ടാണ്. ഒരിക്കൽ കിട്ടൂനി കൊണ്ട് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഇപ്പൊ വരാമോ? സ്മാർട്ടായിട്ട് നോണം. അവൾ ഏത് തരക്കാരിയാണെന്ന് അറിയില്ല. ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്. എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം മതി. പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ഈ സിനിമയിൽ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ഈ ഷർട്ട് സംവിധായകൻ ഫാസിലിന്റെ അസിസ്റ്റന്റുമാരിൽ ഒരാളായ ലാലിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ആ ഷർട്ട് എടുത്തുകൊണ്ട് വരികയുമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം സിദ്ദീഖും ലാലും സ്വതന്ത്ര സംവിധായകന്മാരാവുകയും റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടത്തുന്ന സമയത്ത് സംവിധായകന്മാരിൽ ഒരാളായ ലാല് ഈ ഷർട്ട് ധരിച്ചു വരികയുമായിരുന്നു. എന്നാൽ റാംജി റാവു എന്ന കഥാപാത്രത്തിന് വേണ്ടി മറ്റൊരു കോസ്റ്റ്യൂമായിരുന്നു ഇവർ തയ്യാറാക്കി വെച്ചിരുന്നത്. എന്നാൽ വിജയരാഘവൻ അത് ഒട്ടും തൃപ്തിയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായകരിൽ ഒരാളായ ലാൽ ധരിച്ചിരുന്ന ഷർട്ട് ഊരി വാങ്ങുകയും തൊട്ടടുത്തുള്ള സൈക്കിൾ ഷോപ്പിൽ ചെന്ന് ഒരു ചങ്ങല വാങ്ങുകയും ചെയ്ത് അരക്ക് കെട്ടിയാണ് റാംജി റാവുവിന്റെ ആ കോസ്റ്റ്യൂം ഡെവലപ്പ് ചെയ്തെടുത്തത്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2004 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായിരുന്നു രസികൻ. രസികനിലെ ഈ രംഗത്ത് താരങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ കോസ്റ്റ്യൂം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഈ സെയിം കോസ്റ്റ്യൂമുകൾ നമ്മൾ മറ്റൊരു സിനിമയിലെ പാട്ട് രംഗത്ത് കണ്ടിട്ടുണ്ട്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ?
രസികൻ എന്ന സിനിമ റിലീസാവുന്നതിന് ഒരു വർഷം മുൻപ്, അതായത് 2003-ൽ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ദിലീപ് ചിത്രമായ CID മൂസയിലെ ഒരു പാട്ട് രംഗത്ത് ഈ കോസ്റ്റ്യൂമുകളൊക്കെ നായിക ഭാവന ഉപയോഗിച്ചിട്ടുണ്ട്. कुछ कुछ होता है ഈ രംഗങ്ങളിൽ ഭാവന ഉപയോഗിച്ചിരിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെയാണ് രസികനിലും ഉപയോഗിച്ചിരിക്കുന്നത്. വെറുതെ എന്തിന് കാശ് കളയണം? മാത്രമല്ല ഈ രണ്ട് സിനിമയുടെയും വസ്ത്രാലങ്കാരം ഒരാൾ തന്നെയായിരുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. 1989-ൽ PG വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു കാർണിവൽ. ഈ സിനിമയിൽ വളരെ രസകരമായൊരു കോമഡി രംഗമുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3 പടാ. മമ്മൂട്ടിയുടെ ഡ്രസ്സ് തന്നെയായിരുന്നു ഈ സീനിലെ പ്രധാന കോമഡി. എന്നാൽ ഈ സെയിം കോസ്റ്റ്യൂം മറ്റൊരു സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതേ വർഷം 1989-ൽ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ശ്രീനിവാസന്റെ രചനയിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു വരവേൽപ്പ്. ഈ സിനിമയിൽ മമ്മൂട്ടി കാർണിവൽ ഉപയോഗിച്ച അതേ കോസ്റ്റ്യൂം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഡ്രൈവറെ സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ? മുതലാളിയുടെ. അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടി വെക്കൂലേ? കാർണിവലിൽ മമ്മൂട്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ കോസ്റ്റ്യൂം തന്നെയാണ് വരവേൽപ്പിൽ ബോബി കൊട്ടാരക്കരയും ഉപയോഗിച്ചിരിക്കുന്നത്. ചിലപ്പോൾ വെറും യാദൃശികം മാത്രമായിരിക്കാം. 1993-ൽ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, വിക്രം തുടങ്ങിയവർ തകർത്തഭിനയിച്ച ചിത്രമാണ് ധ്രുവം. ഈ സിനിമയിൽ ജയറാം അവതരിപ്പിച്ച ഒരു സീനാണിത്. എന്താ എണ്ണയാ? ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങള്. ജയറാമിന്റെ കയ്യിലുള്ള ആ ഷർട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോളും. ഈ സിനിമയിൽ ഇതേ ഷർട്ട് മറ്റൊരു കഥാപാത്രം ഇവനാണല്ലേ ഹൈദരെ തൂക്കാൻ പോണ പുതിയ ആരാച്ചാര് നടക്കാൻ. സിനിമയിൽ ജയറാമിന്റെ കഥാപാത്രം കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള രംഗമായിരുന്നു ഇത്. ജയറാമിനെ കൊന്നതിന് ശേഷം വില്ലൻ ജയറാമിന്റെ ഷർട്ടും തട്ടിയെടുത്തു എന്നാണ് തോന്നുന്നത്. ഇതിനെ നമുക്ക് സംവിധായകന്റെ ഒരു ബ്രില്യൻസ് ആയി കണ്ടാൽ മതി. 2003-ൽ മുകേഷ് നായകനായി പുറത്തിറങ്ങിയ സിനിമയായിരുന്നു സഹോദരൻ സഹദേവൻ. ഈ സിനിമയിലെ ഈ രംഗം ഒന്ന് നോക്കൂ. തങ്കരിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാവില്ല. അതാണ് മെയിൻ പ്രശ്നം ആണല്ലോ. ഓപ്പറേഷൻ തുടങ്ങാം. ഈ രംഗത്ത് ഓട്ടോ തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ജഗദീഷിന്റെ ഡ്രസ്സ് മാറിപ്പോകുന്നുണ്ട്. ഇനി ജഗദീഷ് ഓട്ടോ തള്ളുന്നതിനിടയിൽ ഓട്ടോയിൽ വെച്ച് ഡ്രസ്സ് മാറിയോ അറിയില്ല. ഇത് കോസ്റ്റ്യൂമറുടെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. 2005-ൽ ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ ദിലീപ്, കാവ്യ മാധവൻ, രംഭ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കൊച്ചി രാജാവ്. ഈ സിനിമയിൽ സുധീർ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം രംഭയുടെ കൂട്ടുകാരിയായ നടിയെ ശല്യം ചെയ്യുന്ന രംഗമൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നാടല്ലല്ലോ മുഖത്ത് ഈ മീശ വെച്ച് നടക്കാൻ. മീശ വച്ചതല്ല തന്നെ ഉണ്ടായിരുന്നു. ഈ സീനിൽ രംഭയുടെ കൂട്ടുകാരിയായി അഭിനയിച്ച നടി ഉപയോഗിച്ച സെയിം കോസ്റ്റ്യൂം മറ്റൊരു സിനിമയിൽ ഒരു പ്രമുഖ നായിക ഉപയോഗിച്ചതാണ്. ഏതാണ്ട് ഈ സിനിമ റിലീസാവുന്നതിന് ഒരു വർഷം മുൻപ് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു അത്. അതായത് 2004-ൽ ഷാജോൺ കരിയാലിന്റെ സംവിധാനത്തിൽ ജയസൂര്യ, ഇന്നസെന്റ്, കാവ്യ മാധവൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായ ഗ്രീറ്റിംഗ്സിലെ ഒരു രംഗത്തിൽ കാവ്യ മാധവൻ ഉപയോഗിച്ച കോസ്റ്റ്യൂമായിരുന്നു ഇത്. 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റ് എടുത്ത് 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തു വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. അതെ, സെയിം കോസ്റ്റ്യൂം തന്നെയാണ്. അധികം സൂക്ഷിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാവ്യമാധവൻ ഉപയോഗിച്ച് തന്നെയാണ് ആ നടിയും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കമന്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഷാമില UM ആണ്. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്. റോബി വർഗീസ് രാജിന്റെ സംവിധാനത്തിൽ 2023-ൽ പുറത്തിറങ്ങി മെഗാസ്റ്റാർ മമ്മൂക്കയുടെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. ഈ സിനിമയിലെ വളരെ മനോഹരമായ ഈ സെന്റിമെന്റൽ സീൻ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു നോക്കൂ. കോർട്ടിന് റസീത് വരാൻ തുടങ്ങിയപ്പോഴും മനസ്സിലായി സാറേ സ്നേഹം എന്താണ്. അവരുടെ ഉദവിക്ക് രാകേഷ് വന്ന ഈ നടിയുടെ പിറകിൽ നിൽക്കുന്ന നടൻ ധരിച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇത് ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഷർട്ടും മുണ്ടും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക മറ്റൊരു സിനിമയിൽ ധരിച്ചതാണ്. 2022-ൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ മമ്മൂക്ക ധരിച്ചിരിക്കുന്ന സെയിം കോസ്റ്റ്യൂം തന്നെയാണിത്.
ഇത് രണ്ടും കണ്ടില്ലേ, രണ്ടും ഒരു കോസ്റ്റ്യൂം തന്നെയാണ്. കാരണം ഈ രണ്ട് സിനിമകളും നിർമ്മിച്ചിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ്. വെറുതെ എന്തിന് പുതിയ ഡ്രസ്സ് വാങ്ങി കാശ് കളയണം, മമ്മൂക്ക കാശ് ലാഭിച്ചു. ഈ വിവരങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചത് സെല്ലുലോയിഡ് മാൻ എന്ന യൂട്യൂബ് ചാനലാണ്. അമ്പട കേമാ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. 10 തലയാ ഇവന്. 1992 കമലിന്റെ സംവിധാനത്തിൽ മുകേഷ്, മധു തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു എന്നോട് ഇഷ്ടം കൂടാമോ. ഈ സിനിമയിലെ ഒരു തകർപ്പൻ ഗാനരംഗമാണിത്. കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് പാട്ട് അധികം പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഈ രംഗത്ത് മുകേഷിന്റെ നായിക ധരിച്ചിരിക്കുന്ന ഈ രണ്ട് ഡ്രസ്സും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതേ ഡ്രസ്സ് മറ്റൊരു സിനിമയിൽ ഒരു പാട്ട് രംഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ കോസ്റ്റ്യൂം ഇതേ വർഷം 1992 വിജയ് തമ്പിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി സിദ്ദീഖ്, ജഗദീഷ്, ഊർവശി തുടങ്ങിയവർ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായ തിരുത്തൽ വാദിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ജഗദീഷും നായികയുമൊത്തുള്ള ഈ പാട്ടൊന്ന് കണ്ടു നോക്കൂ. നടൻ സിദ്ദീഖും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടിൽ ജഗദീഷിന്റെ നായിക ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം നേരത്തെ നമ്മൾ കണ്ട അതേ കോസ്റ്റ്യൂം തന്നെയല്ലേ. മാത്രമല്ല ഈ ഡ്രസ്സും നേരത്തെ മുകേഷിന്റെ നായിക ഉപയോഗിച്ച അതേ ഡ്രസ്സ് തന്നെയാണ്. അത് തന്നെയല്ലേ, ഇത് തന്നെയാണ്. കാരണം ഈ രണ്ട് സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കമ്പനിയാണ്, മുദ്ര ആർട്സ്. ഈ കാര്യങ്ങളൊക്കെ കമന്റിലൂടെ പറഞ്ഞു തന്നത് ഷംന വിനോദാണ്. ഇതൊക്കെ എന്ത്? 1993 ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഏകലവ്യൻ. ഈ സിനിമയിലെ സുരേഷ് ഗോപിയുടെ ഇൻട്രോ സീനായിരുന്നു ഇത്. പോലീസ് വണ്ടിയുടെ നെഞ്ചത്താണോടാ കാലെടുത്ത് വെക്കുന്നപ്പോ ഐ ആം മാധവൻ. ഡു യു സ്മോക്ക്? ഓക്കേ ദെൻ ലെറ്റ്സ് പുഷ് ഓഫ്. ഈ സീനിൽ സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്ന ഈ മഞ്ഞ ടീഷർട്ട്, ഇതേ ഷർട്ട് സുരേഷ് ഗോപി മറ്റൊരു സിനിമയിൽ ധരിച്ചിട്ടുണ്ട്. അതേ വർഷം 1993 ഷാജി കൈലാസിന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാഫിയ എന്ന സുരേഷ് ഗോപി സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിൽ ഇതേ ടീഷർട്ട് സുരേഷ് ഗോപി ധരിച്ചിട്ടുണ്ട്. ഞാൻ വെറും കൈയോടെ വന്ന് കയറുമെന്ന് കരുതി അല്ലടാ വിഡ്ഢി. നേരത്തെ ഏകലവ്യനിൽ കണ്ട അതേ ടീഷർട്ട് തന്നെയാണ് മാഫിയയിലും സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്നത്. ഒരേ കളറ്, ഒരേ ബ്രാൻഡ്, ഒരേ ടീഷർട്ട്. കാരണം ഈ രണ്ട് സിനിമയും ഒരു ടീമിൻ്റെതായിരുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ കമന്റിലൂടെ പറഞ്ഞു തന്നത് അമ്പിളി KG ആണ്. ജോഷിയുടെ സംവിധാനത്തിൽ 2011 മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് തുടങ്ങിയവർ അഭിനയിച്ച മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ക്ലൈമാക്സിനോട് അടുത്ത സമയത്ത് ബിജു മേനോന്റെ ഒരു ഫൈറ്റ് സീനാണ് ഇത്. വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത ടീം ഈ ഫൈറ്റ് സീനിൽ ബിജു മേനോൻ ധരിച്ചിരിക്കുന്ന ഈ 9 നമ്പർ ഓറഞ്ച് ടീഷർട്ട് മറ്റൊരു സിനിമയിൽ മറ്റൊരു താരം ധരിച്ചിട്ടുണ്ട്. ഈ സിനിമ റിലീസാവുന്നതിന് 2 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ, അതായത് 2009 സജി സുരേന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയസൂര്യ, ഭാമ തുടങ്ങിയവർ അഭിനയിച്ച ഇവർ വിവാഹിതരായാൽ എന്ന സിനിമയിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ധരിച്ചിരിക്കുന്നത് ഇതേ ടീഷർട്ടാണ്. ചേട്ടന് ചേരുന്ന നമ്പർ തന്നെ 9. ഞാൻ ചന്തയിൽ പോകുമ്പോഴേ എല്ലാരും പറയും ദേ 9 വക്കീൽ വരുന്നു, 9 വക്കീൽ വരുന്നില്ല. നീ ഇങ്ങോട്ട് മാറിക്കാം, ഞാൻ ഇപ്പൊ എടുത്തുതരാം. കണ്ടില്ലേ, രണ്ടും ഒരേ ടീഷർട്ട് അല്ലേ, ഒരേ നമ്പർ, ഒരേ കളർ. ഈ ടീഷർട്ട് മടക്കി എടുത്തു വെച്ചാണ് പിന്നീട് ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ബിജു മേനോൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഇതും ഒന്ന് തന്നെ അല്ലേ. ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായി കമന്റ് ചെയ്തിരിക്കുന്നത് സൂരജ് എസ് ആണ്. വിപിൻ മോഹന്റെ സംവിധാനത്തിൽ 2003 ദിലീപ്, നവ്യ നായർ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പട്ടണത്തിൽ സുന്ദരൻ. ഈ സിനിമയിലെ സൂപ്പർ ഹിറ്റായ ഒരു ഗാനമായിരുന്നു. ഈ പാട്ട് സീനിൽ നായികയായ നവ്യ നായർ ഉപയോഗിച്ച ഈ 3 കോസ്റ്റ്യൂമും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇതേ കോസ്റ്റ്യൂം മറ്റൊരു സിനിമയിലെ പാട്ട് രംഗത്ത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന് കൊടുക്കുകയായിരുന്നു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഈ സിനിമ ഇറങ്ങി 3 വർഷം കഴിഞ്ഞ്, അതായത് 2006 IV ശശിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, കത്രീന കൈഫ് തുടങ്ങിയവർ അഭിനയിച്ച ബൽറാം വാസസ് താരാദാസ് എന്ന സിനിമയിലെ ഈ പാട്ടുരംഗം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഈ പാട്ട് സീനിൽ കത്രീന കൈഫിന്റെ പിറകിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന 3 പേരുടെ ഡ്രസ്സ് നേരത്തെ നമ്മൾ കണ്ട നവ്യ നായർ ഉപയോഗിച്ച അതേ ഡ്രസ്സ് തന്നെയല്ലേ. ഇതാ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അതെ, അത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ 3 ഡ്രസ്സും വീണ്ടും ഉപയോഗിച്ചതാണ്. കാരണം ഈ 2 സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലിബർട്ടിയാണ്. വെറുതെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന് പുതിയ ഡ്രസ്സ് വാങ്ങി എന്തിന് കാശ് കളയണം അല്ലേ. ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ചെയ്തത് വിതുല വിധു ആണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ. ഷാഫിയുടെ സംവിധാനത്തിൽ 2002 ദിലീപ്, നവ്യ നായർ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കല്യാണരാമൻ. ഈ സിനിമയിൽ ദിലീപ് ധരിച്ചിരിക്കുന്ന വിവിധ നിറത്തിലുള്ള കളർഫുൾ ഷർട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെ ഏതായിട്ട് എടുക്കുമോ?
അത്രയ്ക്ക് കേമുവാ അവരുടെ സദ്യ. ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുത്ത് പന്തലും കസേരമേ ശലകാരപ്പണി. ഈ സിനിമയിൽ ദിലീപ് ഉപയോഗിച്ചിരിക്കുന്ന ഷർട്ടുകളൊക്കെ മറ്റൊരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന് കൊടുക്കുകയായിരുന്നു. ഈ സിനിമ റിലീസായി 3 വർഷം കഴിഞ്ഞ്, അതായത് 2005 ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടിയും ലാലും അഭിനയിച്ച് പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും എന്ന സിനിമയിലെ ഈ പാട്ട് രംഗത്തെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് കല്യാണരാമനിൽ ദിലീപ് ഉപയോഗിച്ചിരിക്കുന്ന കളർഫുൾ ഷർട്ടുകളാണ്. കാരണമുണ്ട്, ഈ 2 സിനിമയും നിർമ്മിച്ചിരിക്കുന്നത് ലാലാണ്. അദ്ദേഹം ചെലവ് ചുരുക്കി സിനിമ നിർമ്മിക്കുന്നതിൽ മിടുക്കനാണെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് കല്യാണരാമനിൽ ദിലീപ് ഉപയോഗിച്ച ഷർട്ട് വെറുതെ കളയണ്ട, ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന് കൊടുത്തു. ഈ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്ത് നമ്മളെ അറിയിച്ചത് ലിൻഡ ട്രീസയാണ്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജോൺ വർഗീസിന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ അടി കപ്പ്യാരെ കൂട്ടമണി എന്ന സിനിമയിലെ ഈ പാട്ട് ഓർമ്മയില്ലേ? ഈ പാട്ട് സീനിൽ നീരജ് മാധവ് ഉപയോഗിച്ച ഇതേ ടീഷർട്ട് മറ്റൊരു സിനിമയിൽ 2016 ഉപയോഗിച്ചിട്ടുണ്ട്. 2016 വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ഗോകുൽ സുരേഷ് അഭിനയിച്ച് പുറത്തിറങ്ങിയ മുദ്ദുഗവ് എന്ന സിനിമയിൽ ഗോകുൽ സുരേഷിന്റെ കൂട്ടുകാരനായി അഭിനയിച്ച ഈ നടൻ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ നീരജ് മാധവ് ഉപയോഗിച്ച അതേ ടീഷർട്ടാണ്. കാരണമുണ്ട്, ഈ 2 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാന്ദ്ര തോമസും വിജയ് ബാബുവുമാണ്. കോസ്റ്റ്യൂം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ബോക്സിലൂടെ അറിയിച്ചത് ലേഖ സോമനാഥും V4 വിഷ്വൽസുമാണ്. ഗുഡ് ഐഡിയ മുതലാളി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വെറും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇത്തരത്തിലുള്ള ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.